وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും ഗുണപാഠങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഇടയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ഖസസിലൂടെ നമ്മെ പഠിപ്പിച്ച ഒരു കഥയാണ് ഖാറൂനിൻ്റെ കഥ. സൂറത്തുൽ ഖസസിലെ 76 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു ഖാറൂനെക്കുറിച്ച് വിവരിച്ചത് കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽഉസ്ബതി أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين إن قارون كان من قوم موسى. ഖാറൂൻ മൂസ അലൈഹിസ്സലാമിൻ്റെ ജനതയിൽപ്പെട്ട ആളായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഫിർഔനിൻ്റെയും ഹാമാൻ്റെയും കൂടെ ഖാറൂനെ ചേർത്തി പറഞ്ഞ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. ഖാറൂന വഫിർഔന വഹാമാൻ വലഖദ് ജാഅഹും മൂസാ ബിൽബയ്യിനാതി ഫസ്തക്ബറു ഫിൽ അർദി വമാ കാനൂ സാബിഖീൻ. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറഞ്ഞു, വഖാറൂന വഫിർഔന വഹാമാൻ. ഖാറൂനും ഫിർഔനും ഹാമാനും മൂസ അലൈഹിസ്സലാം അവർക്കരികിലേക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകളുമായി തെളിവുകളുമായി ചെന്നു. പക്ഷേ ഫസ്തക്ബറു ഫിൽ അർദ്, അവർ ഭൂമിയിൽ അഹങ്കാരം നടിക്കുകയാണ് ചെയ്തത്. ഫിർഔനിൻ്റെയും ഹാമാനിൻ്റെയും കൂടെ അള്ളാഹു ചേർത്തി പറഞ്ഞിരിക്കുന്നു ഖാറൂനെ. യഥാർത്ഥത്തിൽ ഖാറൂൻ ഖിബ്തികളുടെ കൂട്ടത്തിൽ, അവരുടെ വംശത്തിൽ ആയിരുന്നില്ല. മറിച്ച് അവൻ ബനു ഇസ്രായേലിൽപ്പെട്ട ആളായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ കാലത്ത് പൊതുവെ ഇസ്രായേൽ മക്കൾ അവർ മൂസ അലൈഹിസ്സലാമിൻ്റെ അനുയായികളാണ്. ഖിബ്തികളിൽ നിന്ന് വളരെ കുറഞ്ഞ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചത് എന്നാണ് ചരിത്രം. പക്ഷേ ഇസ്രായേൽ സന്തതികളിൽ ആയിരുന്നിട്ടും അവൻ മൂസ അലൈഹിസ്സലാമിൽ അവിശ്വസിച്ച മുസ്ലിമീങ്ങളുടെ എതിരാളികളുടെ കൂട്ടത്തിൽ ആയി എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലായ മൂസ അലൈഹിസ്സലാമിൻ്റെ ഇബ്നു അമ്മായിരുന്നു, അഥവാ പിതൃ സഹോദരൻ്റെ മകനായിരുന്നു ഖാറൂൻ എന്നെല്ലാം തഫ്സീറുകളിൽ മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെയാണ് എങ്കിൽ നോക്കൂ, ഇബ്നു അം എന്ന് പറയുന്നത് ഒരാളുടെ വളരെ അടുത്ത ബന്ധുവാണ്. ഒരാളുടെ അനന്തര സ്വത്തിൽ പോലും ചില സന്ദർഭങ്ങളിൽ ഓഹരി ലഭിക്കുന്ന ഒരു സ്ത്രീയുടെ വലിയായി നിൽക്കാൻ സാധിക്കുന്ന അത്രയും അടുത്ത ബന്ധമാണത്. അമ്മാം, അതുപോലെ അബ്നാ ഉൽ അമ്മാം, പിതൃ സഹോദരങ്ങളും അവരുടെ മക്കളും എന്ന് പറയുന്നത് ഒരാളുടെ വളരെ അടുത്ത കുടുംബമാണ്. എന്നിരിക്കെയും അവൻ കുഫാറുകളുടെ കൂട്ടത്തിൽ, മൂസ അലൈഹിസ്സലാമിനെ ധിക്കരിച്ചവരുടെ കൂട്ടത്തിലായി എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, വലിയ പാഠങ്ങൾ അതിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു, മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു. ഒരാളുടെ അമലുകൾ, പ്രവർത്തനങ്ങൾ, അത് പിന്നിൽ അത് വളരെ സാവധാനത്തിൽ വേഗതയില്ലാത്തതാണ് എങ്കിൽ ലം യുസ്ര ബിഹി നസബുഹു, അവൻ്റെ നസബ്, അവൻ്റെ കുടുംബ ബന്ധം ഒരിക്കലും അവനെ മുന്നിലേക്ക് എത്തിക്കുകയില്ല. ഒരാളുടെ കുടുംബ മഹിമ അവനെ മുന്നിലെത്തിക്കുകയില്ല. അവൻ്റെ അമൽ
പിന്നിലാണ് എങ്കിൽ അള്ളാഹുവിൽ പരിഗണിക്കപ്പെടുക അമലാണ്, പ്രവർത്തനങ്ങളാണ്. ഒരാളുടെ ഈമാനും അവൻ്റെ പ്രവർത്തനങ്ങളുമാണ് റബ്ബിനരികിൽ പരിഗണിക്കപ്പെടുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നബിയായി നിയോഗിക്കപ്പെട്ടതിനു ശേഷം ജീവിച്ചിരുന്ന നബിയുടെ പിതൃ സഹോദരങ്ങൾ 4 പേരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള, അദ്ദേഹത്തിന് സഹോദരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബിന് കുറേ മക്കളുണ്ട്. അബ്ദുൽ മുത്തലിബിന് ധാരാളം മക്കളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം ജീവിച്ചിരുന്നത് നബിയുടെ അമ്മാമിൽ, നബിയുടെ പിതൃ സഹോദരങ്ങളിൽ 4 പേർ മാത്രമാണ്. 4 പേർ മാത്രം. സുബ്ഹാനല്ലാഹ്. ഈ 4 പേരിൽ 2 പേർ കാഫറുകളായിട്ടാണ് മരിച്ചത്. അവരിൽ ഒരാൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായി ദ്രോഹിക്കുകയും നബി ആക്ഷേപിക്കുകയും ചെയ്താണ്. ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ അയാളെ അള്ളാഹു ശപിച്ചു പറഞ്ഞ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ആരാണിത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനാണ്. ചില സഹാബിമാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായി കണ്ട രംഗം, മക്കയിൽ വെച്ച് കണ്ട രംഗം വിവരിക്കുന്നിടത്ത് നമുക്ക് കാണാം. അവർ കാണുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാദ്, ദുൽ മജാസ് തുടങ്ങിയ ജാഹിലിയത്തിലെ ചന്തകളിൽ ഹജ്ജിന് ആളുകൾ വരുമ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലങ്ങളാണത്. പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളുണ്ട്: ഉക്കാദ്, ദുൽ മജാസ്, മജന്ന. ഈ സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ജനങ്ങളോട് പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം. നബിയുടെ പിന്നാലെ അതാ തിളങ്ങുന്ന മുഖമുള്ള, കോങ്കണ്ണുള്ള, നല്ല മുടിയുള്ള ഒരാൾ വന്ന് നിൽക്കുന്നു. എന്നിട്ട് നബി നിൽക്കുന്നിടത്തെല്ലാം നിന്ന് പറയുകയാണ്, ഇന്നഹു സാബിഉൻ കദ്ദാബ്. ഇവരെ നിങ്ങൾ വിശ്വസിക്കരുത്, ഇത് സ്വന്തം ദീനിൽ നിന്ന് പുറത്തുപോയ കളവ് പറയുന്ന ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിയുന്നു. നോക്കൂ, പിന്നീട് മുസ്ലിമീങ്ങളായ സഹാബിമാരായ ചിലർ നബി ആദ്യമായി കാണുന്ന രംഗം ഇതാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതാരാണ്? പറഞ്ഞു, ഇത് മുഹമ്മദാണ്. യസ്ഉമു അന്നഹു നബി. അദ്ദേഹം നബിയാണെന്ന് വാദിക്കുന്നു, മുഹമ്മദാണ്. പിന്നാലെ വരുന്നതാണ് ആരാണ്? അത് അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ, സ്വന്തം ഉപ്പയുടെ സഹോദരനാണ്. യാ സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പരീക്ഷണം എത്ര കടുത്തതാണെന്ന് ചിന്തിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട പരീക്ഷണം. സ്വന്തം കുടുംബത്തിൽ ഒരാൾ, അതും അത്രയും അടുത്ത ഒരാൾ ഇങ്ങനെ പിന്നാലെ നടന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അവനും അവൻ്റെ ഭാര്യയും അതുപോലെ തന്നെയായിരുന്നു. സൂറത്തു അദ്ദുഹാ അവതരിക്കാനുണ്ടായിരുന്ന കാരണം ഹദീസിൻ്റെ കിതാബുകൾ നമുക്ക് കാണാം. അള്ളാഹു പറഞ്ഞു, അദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖല. നബിയെ, താങ്കളുടെ റബ്ബ് കൈവിട്ടിട്ടില്ല, താങ്കളുടെ റബ്ബ് താങ്കളോട് കോപിച്ചിട്ടുമില്ല. ഈ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം, അബൂലഹബിൻ്റെ ഭാര്യയായ ഉമ്മു ജമീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. നബിയുടെ വഹീനൊരു ഇടവേള ഉണ്ടായ സമയത്താണ് വരുന്നത്. വഹീ വരുന്നതിനൊരു ഇടവേള ഉണ്ടായി. ആ സമയത്ത് ഉമ്മു ജമീൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഞാൻ കരുതുന്നത് അന്ന ശൈത്താനക ഖദ് തറകക. നിൻ്റെ അരികിലേക്ക് വന്നിരുന്ന ശൈത്താൻ ഇപ്പം നിന്നെ വിട്ടുപോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവളുടെ വാക്ക് നോക്കൂ നിങ്ങൾ. അള്ളാഹു ആയത്ത് അവതരിപ്പിക്കുകയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖല. നബിയെ, താങ്കളുടെ റബ്ബ് കൈവിട്ടിട്ടില്ല, റബ്ബ് കോപിച്ചിട്ടുമില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കാവലിൽ, അള്ളാഹു റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ഖലീലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നബിയുടെ സ്വന്തം ബന്ധുക്കളാണ്. മറ്റൊരു പിതൃവ്യൻ അബൂ താലിബാണ്. കാഫിറായി ജീവിച്ച് കാഫിറായിട്ടാണ് മരിച്ചത്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അങ്ങേയറ്റം സഹായിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും എന്നെ ഖബറിൽ വെച്ചാലല്ലാതെ നിങ്ങൾക്ക് മുഹമ്മദിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്ത ആളാണ് അബൂ താലിബ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിൻ്റെ ഹിദായത്തിന് ഏറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ ഹിദായത്ത് ലഭിക്കാതെയാണ് അബൂ താലിബ് മരണപ്പെട്ടത്. നിങ്ങൾ നോക്കൂ, ഈ രണ്ട് പിതൃവന്മാർ അവരുടെ സ്ഥിതി ഇതാണ്. ബാക്കി രണ്ടുപേർ ആരാണ്? ബാക്കി രണ്ടുപേർ, ഒന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, ഉഹദിൽ ഷഹീദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ പ്രിയപ്പെട്ട സഹാബി. നബിയുമായി ചെറിയ പ്രായ വ്യത്യാസം മാത്രമേ ഹംസക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ പിന്നെ ആരാണ്? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അബ്ബാസും അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെറിയ പ്രായ വ്യത്യാസമായിരുന്നു. ചിലർ അബ്ബാസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അൻത അക്ബർ അം റസൂലുള്ളാഹ്, താങ്കളാണോ അക്ബർ അതല്ല നബിയാണോ? അപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു മനോഹരമായ ഒരു മറുപടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അക്ബർ, പക്ഷെ പ്രായത്തിൽ ഞാൻ നബിയെക്കാളും മൂത്തതാണ്. എന്നെക്കാൾ വലുതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒറ്റയടിക്ക് എന്ത് പറയും? ഞാനാണ് അക്ബർ, ഞാനാണ് നബിയേക്കാൾ വലിയ ആൾ എന്ന് പറയും. ആ പദം പറയാൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു മടി കാണിച്ചു. സഹീഹ് ബുഖാരി നമുക്ക് കാണാം, നബിയാണ് വലുത്, പക്ഷേ പ്രായം കൊണ്ട് ഞാനാണ് മൂത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെറിയ പ്രായ വ്യത്യാസമായിരുന്നു ഈ രണ്ട് പിതൃ സഹോദരന്മാർക്ക് ഉണ്ടായിരുന്നത്. ജനങ്ങൾക്ക് അങ്ങനെ ആരാണ് കൂടുതൽ മൂത്തത് എന്ന് തോന്നുമാറ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാല് അമ്മാമുകളുടെ സ്ഥിതിയാണിത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇവർ 4 പേരാണ് നബിയുടെ ബിഅസത്തിന് ശേഷം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി നിയോഗിക്കപ്പെട്ടതിന് ശേഷവും ജീവിച്ചിരുന്നത് 4 അമ്മാം, നബിയുടെ പിതൃ സഹോദരർ. ബാക്കി ഉള്ളവരൊക്കെ നേരത്തെ മരണപ്പെട്ടു. നബിയുടെ പിതൃ സഹോദരിമാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അവരിൽ ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരിയാണ്. അബ്ദുള്ളയുടെ സഹോദരിയാണ് ആര്? സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്. ജുബൈർ ബിൻ അവ്വാം എന്ന മഹാനായ സഹാബിയുടെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയുടെ ഉമ്മയാണ് ആര്? സഫിയ. അതുപോലെ നബിയുടെ മറ്റൊരു പിതൃ സഹോദരിയാണ് ആതിക. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഇല്ല എന്നും 2 അഭിപ്രായങ്ങളുണ്ട്. ചരിത്രത്തിൽ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് പറയപ്പെട്ടിട്ടില്ല. അല്ലാഹു തആല ആലം. ഇതൊക്കെ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ നബിമാരുമായി അടുത്ത ബന്ധമുണ്ട് എന്നിട്ട് പോലും ശരിയായ വിശ്വാസവും അമലുമല്ലാതെ ഒരാളെയും രക്ഷപ്പെടുത്തുകയില്ല. അബൂ താലിബ് വലിയ ഖുറൈശികളുടെ നേതാവായ നബിയുടെ അടുത്ത ബന്ധുവായ ആളാണ്. പക്ഷേ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുണ്ടായിട്ടും നബിയുടെ കൂടെ ഉണ്ടായിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുവായിട്ടും അബൂ താലിബിന് ആ ഹിദായത്ത് ലഭിച്ചില്ല. പക്ഷേ ചില പണ്ഡിതന്മാർ താരതമ്യം ചെയ്ത് പറഞ്ഞതുപോലെ അബൂ താലിബിനെ താരതമ്യം ചെയ്ത് പറഞ്ഞത് കാണാം. ആരുമായി? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുമായി. സൽമാൻ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നോക്കൂ, ഫാരിസി, പേർഷ്യക്കാരനായ സൽമാൻ എന്നാണ് പറയുന്നത്. ഒരുപാട് നാടുകൾ താണ്ടി പല നാടുകൾ കടന്ന് അതിനിടയിൽ അദ്ദേഹം അടിമയായി വിൽക്കപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഹിദായത്ത് അന്വേഷിച്ച് മദീനയിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ലൗ കാനൽ ഈമാനു ബിസുറയ്യ ലനാലഹു റജുലുൻ മിൻ ഹൗലാ. ഈമാൻ അങ്ങ് മുകളിൽ സുരയ്യ നക്ഷത്രത്തിൻ്റെ മുകളിലായിരുന്നു എങ്കിൽ പോലും ഇവരിൽ പെട്ട ആളുകൾ അത് പോയി എടുത്തു വരും. അത്രയും ഹിദായത്ത് അന്വേഷിച്ചു വന്ന് അത് സ്വീകരിച്ചു. യഥാർത്ഥത്തിൽ സൽമാൻ റളിയല്ലാഹു അൻഹുവിന് പറയാൻ ആ നാട്ടിൽ മദീനയിലോ മക്കയിലോ കുടുംബമോ തറവാടോ നബിയുമായുള്ള ബന്ധമോ ഒന്നുമില്ല. പക്ഷേ ഇസ്ലാം നോക്കൂ, ഇസ്ലാം ആളുകൾക്ക് ഔന്നത്യം നൽകുന്നത്, ഈമാൻ ആളുകളെ ഉയർത്തുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിങ്കൽ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആരാണ്? അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ളവരാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. ഖാറൂൻ അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ ഖസസിലെ
ആയത്തിൽ പറഞ്ഞതുപോലെ കാന മിൻ ഖൗമി മൂസ, മൂസ അലൈഹിസ്സലാമിൻ്റെ ഖൗമിലായിരുന്നു, അഥവാ ബനു ഇസ്രായേലിലായിരുന്നു, ഖിബ്തികളുടെ കൂട്ടത്തിലല്ല. ഖിബ്തികളുടെ കൂട്ടത്തിലല്ല. ഫിറഔനിൻ്റെ വംശമാണ് ഖിബ്തികൾ, കോപ്റ്റിക് വംശം. എന്നാൽ ഇസ്രായേലിലെ കൂട്ടത്തിലായിരുന്നു ഖാറൂൻ. പക്ഷേ അയാൾ തഫ്സീറുകളിൽ കാണുന്നത് പോലെ ഒരു മുനാഫിഖായി മാറി. അവൻ അള്ളാഹു നൽകിയ പണം അവനെ വഞ്ചനയിൽ അകപ്പെടുത്തി. ഫബഗാ അലൈഹിം, അള്ളാഹു പറഞ്ഞു ഫബഗാ അലൈഹിം, ഖാറൂൻ അവർക്കുമേൽ അഹന്ത നടിച്ചു. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. അവന് നാം കുനൂസ് നൽകി. കുനൂസ് കെൻസ് എന്ന വാക്കിൻ്റെ ബഹുവചനമാണ്, നിധികൾ. ഒരുപാട് സമ്പത്ത് നൽകി. സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്തിനാണ് കെൻസ് എന്ന് പറയുക. എത്രത്തോളം മാ ഇന്ന മഫാതിഹഹു, അത് സൂക്ഷിക്കാനുള്ള താക്കോലുകൾ പോലും, അതുപോലും ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ, ശക്തരായ ബലിഷ്ഠരായ ഒരു കൂട്ടം ആളുകൾക്ക് താങ്ങിപ്പിടിക്കാൻ സാധിക്കാത്ത അത്ര ഉണ്ടായിരുന്നു. അവിടെ സമ്പത്തല്ല, പിന്നെയോ അത് വെച്ച് പൂട്ടിയ താക്കോലുകൾ, അത് വഹിക്കാൻ ശക്തരായ ആളുകൾക്ക് പോലും സാധിച്ചിരുന്നില്ല, ഒരു കൂട്ടം ആളുകൾക്ക് സാധിച്ചിരുന്നില്ല. അത്രയും സമ്പത്ത് അള്ളാഹു അവന് നൽകിയിരുന്നു. അവനതിൽ മതിമറന്നുപോയി, അത് അവനെ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് നോക്കൂ, സമ്പത്തും അധികാരവും ഇത് രണ്ടും ലഭിക്കുകയും എന്നിട്ട് ഒരാൾക്ക് ഈമാനിൽ നന്മയിൽ തുടരാൻ സാധിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ കാവലാണ്. കാരണം ഇത് രണ്ടും പൊതുവെ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളാണ്. ചില ആളുകൾ അത് ഈമാനിൽ നിന്ന് തന്നെ വഴിതെറ്റിച്ചേക്കാം, മറ്റു ചിലരെ നന്മകളിൽ നിന്ന് പിന്നോട്ട് വലിച്ചേക്കാം, തിന്മകളിലേക്ക് കൊണ്ടുപോയി അഹങ്കാരികളാക്കിയേക്കാം. ഇതിലൊക്കെ എല്ലാം ജനങ്ങളെ നയിക്കുന്ന കാര്യമാണ് പൊതുവെ സമ്പത്തും അതുപോലെ അധികാരവും. അത് ലഭിക്കുകയും എന്നിട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നത് സുബ്ഹാനല്ലാഹ് റബ്ബിൻ്റെ വലിയ കാവലാണ്, വലിയ അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 കൂട്ടം ആളുകളിൽ ആദ്യം എണ്ണിയത് ആരെയാണ്? ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫി ദില്ലഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു ഇമാമുൻ ആദിലുൻ. നാളെ പരലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കുക, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന മറ്റൊരു തണലുമില്ലാത്ത, അവൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത നാളിൽ തണൽ ലഭിക്കുന്ന 7 കൂട്ടരുണ്ട്. ആദ്യം എണ്ണിയതാരാണ്? ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ബാക്കി 6 പേർ ഷാബുൻ നശഅ ഫി ഇബാദത്തി റബ്ബിഹ്, തൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് വളർന്നു വന്നൊരു യുവാവ്. അതുപോലെ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, മസ്ജിദുകളുമായി ഹൃദയബന്ധമുള്ള ഒരാൾ. വറജുലാനി തഹബ്ബ ഫില്ലാഹ് വജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച 2 പേർ, ആ സ്നേഹത്തിൽ തന്നെ അവർ ജീവിച്ചു, മരണം അവരെ വേർപിരിക്കുവോളം. അതുപോലെ ഒരു സ്ത്രീ വ്യഭിചാരത്തിലേക്ക് വിളിച്ച ഒരാൾ. വറജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, സൗന്ദര്യവും തറവാടുമുള്ള ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറിയ ഒരാൾ, അതിൽ വീണുപോകാത്ത ഒരാൾ. 6-മത്തെ ആൾ വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, സദഖ കൊടുത്തു മറച്ചു വെച്ച ആൾ, വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത അത്രയും. 7-മത്തെ ആൾ ആരാ? റജുലുൻ ദക്കറ അല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്, ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർക്കുകയും കരയുകയും ചെയ്ത ആൾ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ എണ്ണിയ 7 പേരും പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ സ്വന്തം ഹവയെ, സ്വന്തം ദേഹേച്ഛയോട് പൊരുതി ജയിച്ച ആളുകളാണ്. ഈ ആളുകളെല്ലാം എടുത്തു നോക്കൂ, ഇവരെ അവരുടെ ദേഹേച്ഛ, മനുഷ്യൻ്റെ ഹവ പ്രേരിപ്പിക്കുന്നത് ഇതിനെതിർ പ്രവർത്തിക്കാനാണ്. ഭരണാധികാരി, അധികാരമുള്ളയാൾ, അയാൾക്ക് അക്രമം ചെയ്യാം, ചോദിക്കാൻ ആളുകളുണ്ടാവുകയില്ല, എന്നിരിക്കെ ആൾ നീതി പാലിക്കുന്നു. യൗവനം പൊതുവെ തിന്മകൾക്ക് കൂടുതൽ പ്രേരിപ്പിക്കുന്ന പ്രായമാണ്. അതുകൊണ്ടാണ് യുവാവായിരിക്കെ വൃത്തികേടുകളിൽ അകപ്പെട്ട ആളെക്കാൾ അള്ളാഹുവെങ്കിൽ അവൻ്റെ കോപത്തിന് വിധേയനായിരിക്കുമാർ പ്രായം ചെന്നിട്ട് വൃത്തികേടുകളിൽ തുടർന്നവൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖുൻ ജാനി, വൃദ്ധനായ വ്യഭിചാരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കടുത്ത കോപം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം പരലോകത്ത് ലഭിക്കാത്ത ആളുകളിൽ എണ്ണിയ ഒരാളാണത്. കാരണം അവൻ്റെ സ്ഥിതിയും
അവൻ്റെ നരയും അവൻ്റെ ദൗർബല്യവും അവനെ തിന്മയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നില്ല, മറിച്ച് അവൻ വീണ്ടും തിന്മയിൽ തുടരുകയാണ്. അവൻ്റെ ഉള്ള അത്രയും വൃത്തികെട്ടതാണ് എന്നതിൻ്റെ സൂചനയാണ്. അതുപോലെ നോക്കൂ, മസ്ജിദുകളുമായി ഹൃദയബന്ധമുള്ള ഒരാൾ, മനുഷ്യൻ എന്തെല്ലാം ഷുഗറുകളുണ്ട്, പക്ഷെ മസ്ജിദുമായി എപ്പോഴും ഹൃദയബന്ധം ഉണ്ടാവുക അത് പൊതുവെ മനുഷ്യൻ്റെ താല്പര്യത്തിനെതിരാണ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക. ആളുകൾ സ്നേഹിക്കുന്നത് അവരുടെ സ്നേഹത്തിൻ്റെ മാനദണ്ഡം പലതുമാണ്. പണവും സൗന്ദര്യവും അധികാരവും ഇങ്ങനെ പലതുമാണ്. പക്ഷേ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക. അതുപോലെ സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചാൽ അതും സൗന്ദര്യമുള്ള, നാളെ ആളുകളോട് ഇത് പറഞ്ഞു നടക്കാത്ത തറവാടിത്തമുള്ള ഒരു സ്ത്രീ വിളിച്ചിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഈ ഹവയോടുള്ള അങ്ങേയറ്റത്തെ പോരാട്ടവും ക്ഷമയും വേണ്ടതുണ്ടാകും. സദഖ കൊടുത്താൽ അത് മറച്ചു വെക്കാൻ, അത് പുറത്തറിയിക്കാൻ ശൈത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നോക്കൂ, അള്ളാഹു ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, മറ്റാരും കാണാനില്ല. ഇതെല്ലാം സ്വന്തം ഹവയോട്, സ്വന്തം ദേഹേച്ഛയോട് ഒരാൾ പൊരുതി നിൽക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ നോക്കൂ, അധികാരവും പണവും ആളുകളെ വഴിതെറ്റിക്കാൻ ഏറെ സാധ്യതയുള്ള കാര്യമാണ്. അവിടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കാൻ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിൻ്റെ ഫിത്നയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. അതുപോലെ ദാരിദ്ര്യത്തിൻ്റെ ഫിത്നയിൽ നിന്ന്. രണ്ടും എന്താണ്? രണ്ടും പരീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമുദായത്തിനും ഒരു പരീക്ഷണമുണ്ട്, അവരെ കുഴപ്പത്തിലാക്കി കളയുന്ന കാര്യമുണ്ട്. വഫിത്നതു ഉമ്മതി അൽമാൽ, എൻ്റെ ഉമ്മത്തിൻ്റെ പരീക്ഷണം എന്താണ്? അൽമാൽ, സമ്പത്താണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഉള്ളവനും ഇല്ലാത്തവനും അത് പരീക്ഷണമാണ്. ഉള്ളവനും ഇല്ലാത്തവനും യഥാർത്ഥത്തിൽ അത് പരീക്ഷണം തന്നെയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് വഅൻ മാലിഹി, അവൻ്റെ സമ്പത്തിനെ കുറിച്ച്. മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ, എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു, എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു. ഹദീസിൽ യൗവനത്തെക്കുറിച്ച്, ആയുസ്സിനെക്കുറിച്ച്, അറിവിനെക്കുറിച്ച് എല്ലാം ചോദ്യമുണ്ട്. ഒരു ചോദ്യം മാത്രം, സമ്പത്തിനെക്കുറിച്ച് 2 ചോദ്യമാണ്. മറ്റുള്ളതൊക്കെ എങ്ങനെ ചെലവഴിച്ചു എന്ന് മാത്രമാണ്. സമ്പത്തിനെക്കുറിച്ചോ എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു, അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അത് മനുഷ്യനെ പലപ്പോഴും അഹങ്കാരത്തിലേക്ക് നയിക്കും, പലപ്പോഴും അഹങ്കാരത്തിലേക്ക് നയിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലില്ല എങ്കിൽ, ഖാറൂനെ അവൻ്റെ സമ്പത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവൻ അമിതമായി അതിൽ ആഹ്ലാദിച്ചു, പരിധി വിട്ട് ആഹ്ലാദിച്ചു. അങ്ങനെ ചെയ്യരുത്, മറിച്ച് അതിൽ പരിധി വേണം. സന്തോഷമുണ്ടാകും മനുഷ്യന് നിഅമത്ത് ലഭിച്ചാൽ. പക്ഷേ ചില സലഫുകൾ പറഞ്ഞതുപോലെ ഫറഹും ഹുസ്നും, സന്തോഷവും സങ്കടവും ഒഴിവാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? ഫറഹിനെ, സന്തോഷത്തെ ശുക്റാക്കി മാറ്റുക, സങ്കടത്തെ നിങ്ങൾ സബറാക്കി മാറ്റുക എന്ന് സലഫുകൾ പറഞ്ഞത് കാണാം. അവനോട് അവൻ്റെ ഉമ്മത്തിലെ നസീഹത്തുള്ള, ഗുണകാംക്ഷയുള്ള ചില ആളുകൾ ഉപദേശിച്ചു. അള്ളാഹു പറഞ്ഞു, ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അവരവനോട് പറഞ്ഞു, നീ ഇങ്ങനെ അമിതമായി ആഹ്ലാദിക്കല്ലേ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അള്ളാഹു ഇങ്ങനെ അമിതമായി ആഹ്ലാദിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. വബ്തഗി ഫീമാ ആതാക അല്ലാഹു الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغي الفساد في الأرض إن الله لا يحب المفسدين. സുബ്ഹാൻ അല്ലാഹ്. അവർ ആ ആൾ ഉപദേശിച്ച ഉപദേശം നോക്കൂ, മനോഹരമായ ഉപദേശമാണത്, നസീഹത്തിൻ്റെ ഉപദേശമാണ്. ഇമാം ബിൻ കസീർ പറഞ്ഞതുപോലെ ആ ഉമ്മത്തിലെ നുസഹ, നസീഹത്തുള്ള ആളുകളാണ് അവൻ ഉപദേശിക്കുന്നത്. അല്ലാതെ അവൻ്റെ സമ്പത്തിലുള്ള അസൂയ കൊണ്ടോ, അവന് കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നതുകൊണ്ടോ, അവനൊന്ന് അടിച്ചമർത്താനോ ഒന്നിനും വേണ്ടിയല്ല. മനസ്സിലായി? ഇസ്ലാം എന്ത് പ്രേരിപ്പിക്കുന്നില്ല? ഒരിക്കലും സമ്പത്തുള്ളവനോട് അസൂയ വെക്കാനോ അവനെ അടിച്ചമർത്താനോ പ്രേരിപ്പിക്കുന്നില്ല. അതേസമയം ഇസ്ലാമിന് വിരുദ്ധമായ ആളുകൾ പടച്ചുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങൾ, കമ്മ്യൂണിസം പോലെയുള്ള പ്രത്യയശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? പണമുള്ളവനെ ശത്രുവായി കാണാനാണ്. അതൊരു മുതലാളി വർഗം എന്നൊരു വർഗമാണ്, അവരെ ശത്രുക്കളായി കാണുക. അത് പിടിച്ചെടുക്കാൻ അവന് സമ്പാദിച്ചത് സ്റ്റേറ്റിന് പിടിച്ചെടുക്കാൻ അധികാരമുണ്ട്,
എന്നവർ പറയുന്നു. അവർ തമ്മിൽ ശത്രുത ഉണ്ടാക്കുന്നു. എന്നാൽ നോക്കൂ, ഈ ദീൻ അവർ തമ്മിൽ, സമ്പത്തുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ സ്നേഹമാണ് ഉണ്ടാക്കുന്നത്. സക്കാത്തും സദഖയും അവർ തമ്മിലുള്ള സ്നേഹം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ദാരിദ്ര്യം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു തരം ചൂടുണ്ട്. ദാരിദ്ര്യം ഒരു മനുഷ്യന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തരം ഒരു ഉഷ്ണമുണ്ട്. അവൻ്റെ ഉള്ളിലുള്ള ഒരു തീയുണ്ട്. ആ തീ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പണമുള്ളവനോടുള്ള പകയായി മാറും. എന്നാൽ നോക്കൂ, സദഖ, സക്കാത്ത്, അതുപോലെ ഭക്ഷണം നൽകുക, അവനെ പരിഗണിക്കുക, അവൻ്റെ കൂടെ ഒരുമിച്ച് അവൻ നിസ്കരിക്കുന്നു. പണക്കാരനും പാവപ്പെട്ടനും ആരാകട്ടെ, അവൻ മരിച്ചാൽ ഓരോ മുസ്ലിം അവൻ്റെ ജനാസയെ പിന്തുടരുന്നു, രോഗിയാൽ സന്ദർശിക്കുന്നു. ഇതെല്ലാം നോക്കൂ, ഇസ്ലാം ആളുകൾ തമ്മിൽ സ്നേഹമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ശത്രുത പഠിപ്പിക്കുകയല്ല. ഇസ്ലാമിനെതിരായ പ്രത്യയശാസ്ത്രങ്ങൾ എവിടെയും ഈ ശത്രുതയാണ് പഠിപ്പിക്കുക. നിങ്ങൾ നോക്കൂ, ഫെമിനിസം പഠിപ്പിക്കുന്നത് എന്താണ്? പെണ്ണിനോട് പറയുന്ന ആണിനെ ശത്രുവായി കാണാനാണ്, അവനെ ശത്രുവായി കാണാനാണ് പഠിപ്പിക്കുക. യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ, ശത്രുവായി കാണാനാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു തആല അങ്ങനെയാണ് പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കിടയിൽ സ്നേഹം നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് റബ്ബ് പറഞ്ഞത്. മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ പഠിച്ചു എന്നത്. സൂറത്തു നിസാഇൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ. ഇമാം ഇബ്നു കസീർ അതുപോലെ മുൻഗാമികളായ പണ്ഡിതന്മാർ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, ഈ സൂറത്തിൽ വിവരിക്കാൻ പോകുന്ന നിയമങ്ങൾക്കെല്ലാമുള്ള ആമുഖമാണ് ഈ ആയത്ത്. സൂറത്തു നിസാ ഒരുപാട് 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 അഹ്കാമുകൾ വിവരിച്ച സൂറത്താണ്. അനന്തരാവകാശം, വിവാഹം, വിവാഹമോചനം, ഒരുപാട് നിയമങ്ങൾ നമുക്കെവിടെ കാണാം, സൂറത്തു നിസായിൽ കാണാം. മുൻഗാമികൾ പലരും സൂറത്തുൽ ബഖറയും സൂറത്തു ആല ഇമ്രാനും സൂറത്തു നിസാവും അതിൻ്റെ വിശദീകരണം സഹിതം ഒരാൾ പഠിച്ചാൽ അയാളെ പണ്ഡിതനായി എണ്ണിയിരുന്നു എന്നാണ്. അറിവുള്ള ഒരു ആലിമിൻ്റെ കൂട്ടത്തിൽ എണ്ണി. കാരണം അത്രയും വിധിവിലക്കുകൾ ഈ സൂറത്തുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഈ ആയത്ത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ള മുഖവുരയാണ് എന്ന് സലഫുകൾ പറഞ്ഞത് കാണാം. കാരണം അള്ളാഹു എന്ത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. ഒരൊറ്റ മനുഷ്യനിൽ നിന്ന് നിങ്ങളെ പടച്ച നിങ്ങളുടെ റബ്ബിനെ, ആ മനുഷ്യനിൽ നിന്ന് തന്നെ അള്ളാഹു അവൻ്റെ ഇണയെയും പടച്ചിരിക്കുന്നു. നോക്കൂ, നിങ്ങളുടെ ഒരു ഭാഗമാണിത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. സ്നേഹവും കാരുണ്യമാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോരുത്തൻ്റെ അവകാശവും ബാധ്യതയുമുണ്ട്. ആണിനെ പടച്ച റബ്ബിനറിയാം അവന് സാധിക്കുന്ന എന്താണ്, അവൻ്റെ ഉത്തരവാദിത്തം എന്താണ്. പെണ്ണിനെ പഠിച്ച റബ്ബിനറിയാം അവളുടെ ഉത്തരവാദിത്തം എന്താണ്, അവൾക്ക് പറ്റുന്ന പണി എന്താണ്, അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നോക്കൂ, ഇസ്ലാമിനെതിരായ പ്രത്യയശാസ്ത്രങ്ങൾ നേരെ സമൂഹത്തെ തകർക്കുന്ന ആശയമാണ് പഠിപ്പിച്ചുകൊണ്ട്. ശത്രുത സുബ്ഹാനല്ലാഹ് മനുഷ്യരിലെ രണ്ട് കൂട്ടർക്കിടയിലുണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി? കാരണം ഒരാണ് ജനിക്കണമെങ്കിൽ ഒരു പെണ്ണില്ലാതെ സാധ്യമല്ല. ഓരോ പുരുഷനെയും പ്രസവിച്ചത് ഒരു ഉമ്മയാണ്, അവൻ്റെ ഭാര്യ സ്ത്രീയാണ്, അവൻ്റെ പെൺമക്കളുണ്ട്, അവൻ്റെ സഹോദരിമാരുണ്ട്. ഇവരൊക്കെ അവനെ ശത്രുവായി കണ്ടാലോ, അവൻ തിരിച്ചവരെ ശത്രുവായി കണ്ടാലോ? ഈ പറയുന്ന ഈ രണ്ട് വർഗങ്ങളായി ഈ രൂപത്തിൽ ശത്രുത വെച്ച് പഠിപ്പിക്കുന്ന ആളുകൾ അവർ പറയുന്ന നടപ്പിലായാൽ എന്തായിരിക്കും സ്ഥിതി? ആ ഫലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരാ പഠിപ്പിച്ചതിൻ്റെ നാശമാണ് അവരുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ സുബ്ഹാനല്ലാഹ് പണമുള്ളവനെയും ഇല്ലാത്തവനെയും അകറ്റാൻ അല്ല ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്, മറിച്ച് ദീൻ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ആളുകൾ, നസീഹത്തുള്ള ആളുകൾ അവനോട് ഉപദേശത്തിൽ നോക്കൂ നിങ്ങൾ, സൂറത്തു അൽ ഖസസിലെ ഈ അടുത്തടുത്ത 2 ആയത്തുകൾ നമുക്ക് കാണാം. അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? നീ അമിതമായി ആഹ്ലാദിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീഹീൻ. അമിതമായി അങ്ങനെ ആഹ്ലാദിക്കുന്നവരെ, അഹങ്കരിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അടുത്ത ആയത്ത് നമുക്ക് അവസാനിക്കുന്നത് എങ്ങനെ? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇപ്പം നോക്കൂ നിങ്ങൾ, ഉപദേശത്തിൽ പാലിക്കേണ്ട ഉന്നതമായ മര്യാദയാണിതെല്ലാം. അള്ളാഹുവിൻ്റെ മഹബത്ത് ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ അവരെ നിസ്കാരവും അവരുടെ വസ്ത്രധാരണം, അവരുടെ ഇസ്ലാമിക മര്യാദകളും ഒക്കെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു നോക്കൂ, അള്ളാഹു ഇത് ഇഷ്ടപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ പറഞ്ഞ് ഭയപ്പെടുത്തുക.
അള്ളാഹുവിനെ പറഞ്ഞിട്ടാണ് ഭയപ്പെടുത്തുന്നത്, അല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ടല്ല. ഞാൻ അങ്ങനെ ആക്കിക്കളയും, ഞാൻ ഇങ്ങനെ ആക്കിക്കളയും, മറ്റേയാളോട് പറയും, ഇവരോട് പറയും, അങ്ങനെയല്ല. മറിച്ച് മുറാഖബത്തുല്ലാഹ്, അള്ളാഹു നോക്കുന്നുണ്ട്, റബ്ബ് കാണുന്നുണ്ട് എന്നത് പറഞ്ഞ് പഠിപ്പിക്കുക. ലുഖ്മാൻ മകനോട് പറഞ്ഞതുപോലെ, യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹ അല്ലാഹ് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. മോനെ, ഒരു ചെറിയ ഒരു ദർറത്തിൻ്റെ തൂക്കമുള്ള, ഒരു അണുവിൻ്റെ തൂക്കമുള്ള വസ്തുവാകട്ടെ, ഒരു ചെറിയ വസ്തുവാകട്ടെ, ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയെങ്കിലും ആകട്ടെ, അള്ളാഹു അത് കൊണ്ടുവരും. അള്ളാഹു ലത്തീഫാണ്, ഖബീറാണ്, അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്, അവൻ ചെറുതും വലുതും വ്യത്യാസമില്ലാതെ കാണുന്നവനാണ്. ഇതുപോലെ നോക്കൂ, അള്ളാഹു ഇതിഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കുക, നന്നാകാനുള്ള ആഗ്രഹത്തോടെ ഉപദേശിക്കുക, അപമാനിക്കാതിരിക്കുക, ഇതെല്ലാം ഉപദേശം ഫലപ്പെടാൻ വളരെ സഹായിക്കുന്ന കാര്യമാണ്. ഇനി ഫലപ്പെട്ടില്ലേ, അള്ളാഹുവിന് വേണ്ടി ഉപദേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രയാസമില്ല. അള്ളാഹുവിന് വേണ്ടി ഉപദേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രയാസമില്ല, തൻ്റെ ഉത്തരവാദിത്വം അവൻ നിറവേറ്റിയിരിക്കുന്നു. ഈ ആളുകൾ ഖാറൂനോട് പറഞ്ഞു, വബ്തഗി ഫീമാ അതാക അല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അള്ളാഹു നൽകിയ ഈ സമ്പത്ത് കൊണ്ട് നീ പരലോക ഭവനം പ്രതീക്ഷിക്കുക, ഈ സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്യുക, ഈ പണം ഉപയോഗപ്പെടുത്തുക. കാരണം ഇത് സ്വർഗത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയതാണ്, അള്ളാഹുവിൻ്റെ ഫضലാണ്. അതുകൊണ്ടാണ് ദരിദ്രരായ ചില സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് എന്ത് പറഞ്ഞു, പരാതി പറഞ്ഞു, ദഹബ അഹ്ലുദ്ദുസൂരി ബിൽ ഉജൂർ, ദഹബ അഹ്ലുദ്ദുസൂരി ബിൽ ഉജൂർ, നബിയെ പണക്കാർ എല്ലാ പ്രതിഫലവും കൊണ്ടുപോയി. യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂം വയതസദ്ദഖൂന ബിഫുദൂലി അംവാലിഹിം, ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ അവർ നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്ന പോലെ അവർ നോമ്പെടുക്കുന്നു, പക്ഷേ അവരുടെ കയ്യിൽ നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് പണമുണ്ട്, അതുകൊണ്ട് സദഖ കൊടുത്ത് അവർ വലിയ പ്രതിഫലം നേടിയെടുക്കുക. അത് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അതിനേക്കാൾ ഖൈറായി ഒന്ന് പഠിപ്പിച്ചു തരട്ടെ. അദ്കാർ, നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മറ്റു ചില റിവായത്തുകളിൽ കാണാം, പണക്കാരായ ആളുകൾ അവർ ഇത് കേട്ടു, അവർ അത് നടപ്പിലാക്കാൻ തുടങ്ങി. അതെല്ലാവർക്കും സാധിക്കുന്നതാണല്ലോ. അവർ നടപ്പിലാക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഇവർ വീണ്ടും വന്ന് പരാതി പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകും. ഇത് പരലോകം നേടിയെടുക്കാൻ സാധിക്കുന്ന, അതിന് സഹായിക്കുന്നതാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തയ്യിബായ മാൽ, നല്ല സമ്പത്ത് തയ്യിബായ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഉണ്ടാവുക എന്നത് എത്ര നല്ല കാര്യമാണ്. ഇസ്ലാമിന് നല്ല ആളുകളുടെ സമ്പത്ത് എത്രയാണ് പ്രയോജനപ്പെട്ടത്. അബൂബക്കർ സിദ്ദീഖിൻ്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ ദീനാറുകളും ദിർഹമുകളും ഈ ഉമ്മത്തിന്, ഇസ്ലാമിന് എത്രയാണ് പ്രയോജനപ്പെട്ടത്, ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നീ ഈ സമ്പത്ത് കൊണ്ട് ദാറുൽ ആഖിറത്ത് പ്രതീക്ഷിക്കുക. എന്നാൽ വലാ തൻസ നസീബക മിനദ് ദുനിയ, വലാ തൻസ, നീ മറക്കേണ്ടതില്ല, നീ ഉപേക്ഷിക്കേണ്ടതില്ല, നസീബക മിനദ് ദുനിയ, ദുനിയാവിലെ നിൻ്റെ നസീബ്, ദുനിയാവിൽ നിനക്ക് അനുഭവിക്കേണ്ടത്, ആസ്വദിക്കേണ്ടത്, നിൻ്റെ ഓഹരി, അത് നീ മറക്കേണ്ടതില്ല. ദുനിയാവ് നീ അനുഭവിച്ചോളൂ, ആസ്വദിച്ചോളൂ, അഥവാ അനുവദിക്കപ്പെട്ട രൂപത്തിൽ നീ അത് അനുഭവിച്ചോളൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ പണം ഉള്ള എല്ലാവരോടും ഒരേപോലെ, പണമില്ലാത്തവനെ പോലെ ജീവിക്കാനാണോ പഠിപ്പിച്ചത്? ഒരിക്കലുമല്ല. സൂറത്ത് തലാഖിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, ലിയുൻഫിഖ് ദൂ സഅത്തിൻ മിൻ സഅതിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ് ലാ യുകല്ലിഫു അല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ. ലിയുൻഫിഖ് ദൂ സഅത്തിൻ മിൻ സഅതിഹി, അള്ളാഹു വിശാലത നൽകിയ ഒരുവൻ അവൻ്റെ വിശാലതയിൽ നിന്ന് ചെലവഴിക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, എന്നാൽ റിസ്ക് അള്ളാഹു കുറച്ചു കൊടുത്തവൻ ഫലിയുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ്, അള്ളാഹു അവന് നൽകിയതിൽ നിന്ന് ചെലവഴിക്കട്ടെ. ആയത്തിൻ്റെ തഫ്സീറിൽ മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഒരു പണക്കാരനോട് ദീൻ എന്ത് പറഞ്ഞിട്ടില്ല? സമൂഹത്തിൽ ഏറ്റവും പണമില്ലാത്ത ഒരാൾ, അയാളുടെ വീട് പോലത്തെ വീട് ഇനി ഉണ്ടാക്കാൻ പാടുള്ളൂ, അയാളുടെ വാഹനം പോലത്തെ വാഹനമേ നീ വാങ്ങാൻ പാടുള്ളൂ, അയാളുടെ വസ്ത്രം പോലത്തെ വസ്ത്രമേ നീ ഉടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. നേരെ തിരിച്ചും പറഞ്ഞിട്ടില്ല. പക്ഷേ ശരിയാണ്, ഒരാൾ അഹങ്കാരത്തിലേക്ക് പോകരുത്, ഒരാൾ ധൂർത്തിലേക്ക് പോകരുത്. പക്ഷെ അത് എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയാൻ സാധ്യമല്ല, ആപേക്ഷികമാണ്. ഇവനെ പോലെ തന്നെ അവനോട് ചെലവഴിക്കണം,
എന്ന് പറയുക സാധ്യമല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നോക്കൂ, നിൻ്റെ ഓഹരി, ദുനിയാവിലെ ഓഹരി മറക്കേണ്ടതില്ല. വഹ്സിൻ കമ അഹ്സന അല്ലാഹു ഇലൈക്, അള്ളാഹു നിനക്ക് ഈ നന്മ ചൊരിഞ്ഞ് തന്നതുപോലെ നീ ആളുകൾക്ക് നന്മ ചൊരിയുക. വല തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, നീ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അള്ളാഹു കുഴപ്പമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. ഈ നല്ല ഉപദേശമാണ് അവർ ഖാറൂന് നൽകിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ എടുത്തു പറഞ്ഞ ഈ ഉപദേശങ്ങൾ നമുക്കെല്ലാവർക്കുമുള്ള പാഠമാണ്. അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് പരലോകം പ്രതീക്ഷിക്കുക, എന്നാൽ ദുനിയാവ് മറക്കേണ്ടതില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ദുനിയാവിനെ നീ നിനക്ക് കയറി സഞ്ചരിക്കാനുള്ള ഒരു കഴുതയെ പോലെ കാണുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിനക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ് പോലെ. അത് വേണമല്ലോ ഒരാൾക്ക്, അതില്ലാതെ സാധിക്കുകയില്ല. അതേസമയം അതിലൊരാൾ അവലംബിക്കാൻ, അതാണ് എല്ലാം എന്ന് വിചാരിക്കാൻ പാടില്ല. അതാണ് എല്ലാം എന്ന് വിചാരിച്ചാൽ ഒരാളെ അത് നശിപ്പിച്ച് കളയും. എന്നാൽ ഖാറൂൻ അവൻ പറഞ്ഞു, ഖാല ഇന്നമ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇന്നമ ഊതീതുഹു, എനിക്കിതെല്ലാം കിട്ടിയത് അലാ ഇൽമിൻ ഇൻദി, എൻ്റെ പക്കലുള്ള ഇൽമു കൊണ്ടാണ്. രണ്ട് വിശദീകരണമുണ്ട് അതിന്. ഒന്ന്, ഞാൻ എൻ്റെ സാമർഥ്യം കൊണ്ട് നേടിയെടുത്തതാണ്. മറ്റൊന്ന്, ഇത് അള്ളാഹു എനിക്ക് ഇതിന് അർഹതയുണ്ട് എന്ന് എനിക്ക് തന്നതാണ്. രണ്ടായാലും അവൻ താൻ പോരും അതിലൂടെ പറയുക, അതായത് അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകിയത് അവൻ്റെ അരികിൽ എനിക്ക് വിലയുള്ളത് കൊണ്ടാണ്, ഒരിക്കലുമല്ല. അള്ളാഹു ദുനിയാവിൽ സമ്പത്ത് നൽകുന്നത് അള്ളാഹു ഒരുവനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം അല്ല. അള്ളാഹു ദുനിയാവിൽ ഒരുവന് സമ്പത്ത് നൽകാത്തത് അള്ളാഹു അവനെ സ്നേഹിക്കുന്നില്ല എന്നതിൻ്റെ അടയാളവുമല്ല. മറിച്ച് രണ്ടും ഫിത്നയാണ്, പരീക്ഷണമാണ്. രണ്ടും പരീക്ഷണമാണ്. സമ്പത്ത് ഒരാൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ അതെന്തല്ല, അള്ളാഹു സ്നേഹിക്കുന്നതിൻ്റെ അടയാളമല്ല. സമ്പത്ത് നൽകിയില്ല എന്നത് അള്ളാഹു സ്നേഹിക്കുന്നില്ല എന്നതിൻ്റെ അടയാളവുമല്ല. രണ്ടും പരീക്ഷണമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് അതാണ്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. മനുഷ്യനെ അള്ളാഹു പരീക്ഷിച്ചാൽ, അവന് അള്ളാഹു സമ്പത്ത് നൽകിയാൽ, സുഖസൗകര്യങ്ങൾ നൽകി, അവൻ പറയും എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു. ഒന്ന് കുടിക്കിയാൽ അവൻ്റെ റിസ്ക് അള്ളാഹു കുറച്ചാൽ അവൻ പറയും അള്ളാഹു എന്നെ അപമാനിച്ചിരിക്കുന്നു. അടുത്ത ആയത്ത് എന്താണ്? ഫയഖൂലു റബ്ബി അഹാനൻ കല്ല, കല്ല. ആയത്ത് തുടങ്ങുന്ന കല്ല, അങ്ങനെയല്ല കാര്യം, അങ്ങനെയല്ല, രണ്ടുമല്ല. മറിച്ച് ഇത് രണ്ടും പരീക്ഷണമാണ്, രണ്ടും പരീക്ഷണമാണ്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ വഇലൈനാ തുർജഊൻ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ നാം ഷർറ് കൊണ്ടും ഖൈർ കൊണ്ടും പരീക്ഷിക്കും, നമ്മിലേക്ക് ആണ് നിങ്ങൾ മടങ്ങുക. അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാകുക എന്നത് പരീക്ഷണമാണ്, അതുണ്ടാകാതെ പോവുക എന്നതും പരീക്ഷണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് അള്ളാഹുവിനോട് സമ്പത്ത് ചോദിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ തേടുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഖില്ലതി വദ്ദില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയ ഒരു ദുആണ്, വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ദുആണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഖില്ലതി വദ്ദില്ലതി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഖില്ലതി വദ്ദില്ല. അല്ലാഹു, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന്, വൽ ഖില്ല, കുറഞ്ഞു പോവുക, ആവശ്യത്തിനുള്ളത് കയ്യിലില്ലാതെ, വദ്ദില്ല, നിന്ദനായിപ്പോ, നിന്ദത വരിക. ഇതെല്ലാം ചിലപ്പോൾ ഒരുമിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കയ്യിലില്ലാത്തതുകൊണ്ട് ആളുകൾക്കിടയിൽ നിന്ദിക്കപ്പെടുക, അപമാനിക്കപ്പെടുക പോലുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. അതിന് അള്ളാഹുവിനോട് കാവൽ തേടുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതുകൊണ്ട് ദാരിദ്ര്യവും പ്രയാസവും ഒരാളും ആഗ്രഹിക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹുവിനോട് സമ്പത്തും അതുപോലെ അതിൽ ബറക്കത്തും തേടാം, സമ്പത്തും അതിൽ ബറക്കത്തും തേടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസിന് വേണ്ടി ദുആ ചെയ്തത് കാണാം.
اللهم أكثر ماله وولده وبارك له فيما أعطيته. അള്ളാഹു അനസിന് നീ സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ബാരിക് ലഹു ഫിമ അത്തൈതഹു, അനസിന് നൽകിയതിൽ റബ്ബെ നീ ബറക്കത്ത് നൽകണമേ. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കെസ്റത്ത് വേറെ ബറക്കത്ത് വേറെയാണ്. കുറേ ഉണ്ടായതുകൊണ്ട് എന്തുണ്ടാകണമെന്നില്ല, ബറക്കത്ത് ഉണ്ടാകണമെന്നില്ല. കുറച്ച് മാത്രം ഉള്ളതിൽ ചിലപ്പോൾ അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞേക്കും. ബറക്കത്ത് അതുകൊണ്ട് അള്ളാഹു ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റിയേക്കും. അങ്ങനെയുള്ള അനേകം സംഭവങ്ങൾ സുബ്ഹാൻ അല്ലാഹ് ഈ ഉമ്മത്തിലെ ആദ്യകാലം മുതൽ ഇക്കാലം വരെ ആളുകൾക്കുള്ള അനുഭവമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ സമ്പത്തിൽ ബറക്കത്ത് നൽകുക എന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം. ഞാൻ ഒരു ഭക്ഷണം വീട്ടിലുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന വേളയിൽ. ഞാനതെടുത്ത് കഴിച്ചു. തീരുന്നില്ല, ഇത് അവസാനിക്കുന്നില്ല. അവസാനം ഞാനതെടുത്തൊന്ന് തൂക്കി നോക്കി, അതിൻ്റെ അളവ് നോക്കി, പിന്നെ പെട്ടെന്ന് തീർന്നു. നോക്കിയതിന് ശേഷം പെട്ടെന്ന് തീർന്നു എന്നാണ്. അപ്പോൾ സമ്പത്തിലെ ബറക്കത്ത് നിലനിൽക്കാനുള്ള വഴികളിലൊന്നാണ് എന്ത്? ഇടയ്ക്കിടെ തൂക്കി അളക്കുകയും എണ്ണി നോക്കുകയും ചെയ്യാതിരിക്കാനുള്ളത്. കാരണം അതിലെന്തുണ്ട്? തവക്കലുണ്ട്. അള്ളാഹുവിനോട് ശരി ആവശ്യത്തിന് എണ്ണി നോക്കേണ്ടി വരും, സക്കാത്ത് കൊടുക്കാൻ എണ്ണി നോക്കണ്ടേ, എന്നാലേ 40-1 കൊടുക്കാൻ പറ്റുള്ളൂ. അത് ആവശ്യമില്ല, അനാവശ്യമായി വെറുതെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. എത്ര ഉണ്ട്? ചില ആളുകൾ എന്ത് ചെയ്യും? രാവിലെ വൈകുന്നേരം ഒക്കെ ഉണ്ടാവും. രാവിലെ എണ്ണിയിട്ട് അവനറിയാം വൈകുന്നേരം വരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും വന്നിട്ടില്ല, എന്നാലും വൈകുന്നേരം പിന്നെ ഉണ്ടാവും. ഇത് ചില ആളുകളുടെ സ്വഭാവമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ചില ആളുകളുടെ സ്വഭാവമാണെന്ത്? അല്ലദീ ജമഅ മാലൻ വ അദ്ദദ, അവൻ സമ്പത്ത് ശേഖരിക്കും, അദ്ദ എണ്ണിക്കൊണ്ടിരിക്കും. യഹ്സബു അന്ന മാലഹു അഖ്ലദ, ആ സമ്പത്ത് അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കും എന്നാണ് അവൻ്റെ വിചാരം. അതുപോലെ സുബ്ഹാനല്ലാഹ് കൊടുക്കുന്ന സന്ദർഭത്തിനും വല്ലാതെ തൂക്കി അളന്ന് എണ്ണി കൊടുക്കാതെ ഒന്നങ്ങ് എടുത്ത് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് കാണാം, ലാ തൂക്കി ഫയൂക്കില്ലാഹു അലൈക്, നീ വല്ലാതെ അളന്നു കൊടുക്കരുത്, അപ്പോൾ അള്ളാഹു നിനക്ക് അളന്നിട്ടേ തരുള്ളൂ. മനസ്സിലായില്ലേ? മറിച്ച് അതൊരു ഒരു ഒരു വിശാലത കാണിക്കുക, ഒരു വിശാലത കാണിക്കുക എന്നത് അള്ളാഹു ബറക്കത്ത് നൽകാൻ സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ നോക്കൂ, സമ്പത്തിൻ്റെയും സമ്പത്ത് ഇല്ലാതിരിക്കുന്നതിൻ്റെയും സ്ഥിതി ഇതാണ്. അവൻ പറഞ്ഞു, എൻ്റെ സാമർഥ്യം കൊണ്ട് ഇത് ലഭിച്ചതാണ്, അതുകൊണ്ട് അള്ളാഹുവിൽ എനിക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന രൂപത്തിൽ അവൻ പറഞ്ഞു. എന്നാൽ അള്ളാഹു അവൻ അതിനെക്കുറിച്ച് പറഞ്ഞു നോക്കൂ, അവലം യഅലം, അവൻ മനസ്സിലാക്കിയില്ലേ, അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംഅ വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. അവൻ മനസ്സിലാക്കിയിട്ടില്ലേ, അവൻ്റെ മുന്നേ ഉള്ള ഒരുപാട് തലമുറകളെ അവനേക്കാൾ ശക്തിയും അവനേക്കാൾ സമ്പത്തുമുള്ളവരെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അവനത് അറിഞ്ഞിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇത് സുബ്ഹാനല്ലാഹ് ആദ് സമുദായം ചോദിച്ചത് കാണാം, മൻ അശദ്ദു മിന്ന ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവരാരുണ്ട്? അള്ളാഹു ചോദിച്ചു. അവർ മനസ്സിലാക്കിയില്ല, അവരെ പടച്ച അള്ളാഹുവിന് അവരെക്കാൾ ശക്തിയുണ്ട് എന്ന്. അങ്ങനെ ഖാറൂനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അവൻ തൻ്റെ ജനങ്ങൾക്കിടയിലേക്ക് പുറപ്പെട്ടു വന്നു, ഫി സീനത്തെ, തൻ്റെ എല്ലാ അലങ്കാരങ്ങളും അണിഞ്ഞുകൊണ്ട് അവനൊരിക്കൽ പുറപ്പെട്ടു വന്നപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന വിവരമില്ലാത്ത ആളുകൾ, ഇഹലോകം മാത്രം പ്രതീക്ഷിക്കുന്ന ബുദ്ധിയില്ലാത്ത ആളുകൾ പറഞ്ഞു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹദ്ദിൻ അളീം, ഖാറൂൻ ഉള്ളതുപോലെ സമ്പത്ത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അവൻ വലിയ ഭാഗ്യമുള്ളവനാണ്. സമ്പത്ത് കണ്ടപ്പോൾ അവർ പറയണത് ഇന്നഹു ലദു ഹദ്ദിൻ അളീം, വലിയ ഭാഗ്യമുള്ളവനാണ്. ഇത് നോക്കൂ, ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കുന്ന ആളുകളുടെ സ്വഭാവമാണ്. അതല്ല എങ്കിൽ പരലോകത്തെക്കുറിച്ചുള്ള ഒരാളുടെ പ്രതീക്ഷ എത്ര കുറയുന്നോ, ദുനിയാവ് ഒരാളുടെ മനസ്സിൽ എത്രമാത്രം അതിനനുസരിച്ച് ഈ സംസാരം ആളുകൾക്കിടയിൽ ഉണ്ടാകും. പണമുള്ള, നല്ല ജോലിയുള്ള, നല്ല ശമ്പളമുള്ള ആളുകളെക്കുറിച്ച് എത്ര ഭാഗം, അവരെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതിന് എന്താണ് സംഭവിക്കുക? നേരെ തിരിച്ച് അവനവൻ അള്ളാഹു നൽകിയ നിഅമത്ത് മറന്നുപോകും. അവനവന് അള്ളാഹു നൽകിയ നിഅമത്ത് മറന്നുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും,
ذلك أجدر ألا تزدروا نعمة الله عليكم. നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നിസാരമായി തോന്നാതിരിക്കാൻ അതാണ് നല്ലത്. താഴേക്ക് നോക്കുക, ദുനിയാവിൻ്റെ കാര്യത്തിൽ താഴേക്ക് നോക്കുക, ദീനിൻ്റെ കാര്യത്തിൽ എപ്പോഴും മുകളിലുള്ളവരിലേക്ക് നോക്കുക എന്നതാണ്. അപ്പോൾ നോക്ക്, ഈ ആളുകൾ പറഞ്ഞ അവൻ വലിയ ഭാഗ്യവാനാണ് എന്ന്. നോക്കൂ, റബ്ബ് പറയുന്നത് വഖാലല്ലദീന ഊതുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സാലിഹാ വലാ യുലഖാഹാ ഇല്ല സാബിറൂൻ. എന്നാൽ അറിവുള്ള ആളുകൾ അവിടെ പറഞ്ഞു, ഇൽമിൻ്റെ ശ്രേഷ്ഠത ഈ ആയത്തിലുണ്ട്. വിവരമുള്ളവർ ഇങ്ങനെ ആയിരിക്കണം. അവർ എന്ത് ചെയ്യരുത്, ഒരിക്കലും അവരുടെ കയ്യിലുള്ള അറിവിനേക്കാൾ വലുതാണ് ദുനിയാവ് എന്ന് വിചാരിക്കരുത്. മറിച്ച് അതിനാണ് വലിയ മൂല്യമുള്ളത് എന്ന് തിരിച്ചറിയണം. കാരണം ഇൽമ് ആണോ മാലാണോ സമ്പത്താണോ അറിവാണോ ഏറ്റവും വലുത് എന്ന് ചോദിച്ചാൽ കണ്ണുമുട്ടി ഉത്തരം പറയാം, എന്ത് ഇൽമാണ്, യാതൊരു സംശയവുമില്ലാതെ. ഒരു കവി മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ അൽ ഇൽമു മാലുൻ നഫീസുൻ ശഅനുഹു അജബു ലാ യുസ്റഖുൽ ഇൽമു ഔ മിൻ ദീഹി യുഗ്തസബു. അറിവെന്ന് പറയുന്നത് മാലുൻ നഫീസുൻ, അമൂല്യമായ സമ്പത്താണ്. ഷഅനുഹു അജബു, അതിൻ്റെ കാര്യം അത്ഭുതമാണ്. ലാ യുസ്റഖുൽ ഇൽം, അറിവ് കട്ടെടുക്കാൻ കഴിയില്ല. ഔ മിൻ ദീഹി യുഗ്തസബു, പിടിച്ചു പറിക്കാനും സാധ്യമല്ല. കട്ടെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ കട്ടെടുക്കുക നമ്മൾ അറിയാതെ, പിടിച്ചു പറിയാൻ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്. രണ്ടും സാധിക്കുകയില്ല. ഒരാൾ കൊടുത്താലല്ല അത് കിട്ടുകയില്ല. അതുപോലെ നോക്കൂ, മുൻഗാമികൾ ചിലർ പറഞ്ഞത് കാണാം, സമ്പത്തിന് നീ കാവലിരിക്കണം, അറിവ് നിനക്ക് കാവലിരിക്കും. അറിവ് നിനക്ക് കാവലായിരിക്കും. നിങ്ങൾ നോക്കൂ, നമ്മുടെ മുൻഗാമികൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരിൽ പണക്കാരായ സഹാബിമാരുണ്ട്. ഈ ഉമ്മത്തിൽ മുൻ തലമുറകളിൽ ധാരാളം പണക്കാരുണ്ടായിരുന്നു. അവർ ധാരാളം വഖഫുകൾ ഉമ്മത്തിന് വേണ്ടി ചെയ്തിരുന്നു. വഖഫുകൾ, വലിയ തോട്ടങ്ങൾ, കിണറുകൾ, മസ്ജിദുകൾ, കെട്ടിടങ്ങൾ, ഇതൊക്കെ വഖഫ് ചെയ്ത ഒരുപാട് സഹാബിമാരും താബിഈങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരൊറ്റ സഹാബിയുടെ വഖഫ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണത്? അല്ല, പഴക്കത്തിൽ ദ്രവിച്ചു പോയി. ബാക്കിയുള്ളത് എന്താണ്? സഹാബത്ത് റളിയല്ലാഹു അൻഹു അവർ കൈമാറിയ ഇൽമാണ്, അവരുടെ അറിവ്, അത് ഇന്നും ബാക്കിയുണ്ട്, നശിച്ചുപോയിട്ടില്ല. അതുകൊണ്ടാണ് നോക്കൂ, സഹാബിമാരിൽ ദരിദ്രരായ സഹാബിയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ദരിദ്രരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വിശപ്പ് കൊണ്ട് ബോധം കെട്ട് വീഴുമായിരുന്നു. മസ്ജിദിൽ പട്ടിണി കൊണ്ട് ബോധം കെട്ട് താഴെ വീഴുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് കാണാം, ഞാൻ മസ്ജിദിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കും, എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് വരുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഒരു ഹദീസിനെ കുറിച്ച് ചോദിക്കാൻ. യഥാർത്ഥത്തിൽ ചോദിച്ച ഹദീസിനേക്കാൾ അല്ലെങ്കിൽ ആയത്തിനെ കുറിച്ച് അതിനേക്കാൾ എനിക്കത് നന്നായി അറിയാം. അത് ആ ചോദിച്ച ആയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഹദീസിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഞാൻ ചോദിക്കുന്നത് എന്താണ്, ആ സംസാരത്തിനിടയിലെങ്ങാനും വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചു, അദ്ദേഹം കടന്നുപോയി. മറ്റൊരു സഹാബിയോട് ചോദിച്ചു, അദ്ദേഹം കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. നബിക്ക് എൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി വിശക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി. അങ്ങനെയാണ് ആ പാല് ഒരുപാട് അതിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയുകയും എല്ലാവരും കൂടി കുടിക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ ദരിദ്രനായ സഹാബി റളിയല്ലാഹു അൻഹു. പക്ഷേ നോക്കൂ, ഇന്ന് അറിവിൻ്റെ ഏതെങ്കിലും ഒരു മജ്ലിസ് ഉണ്ടാകുമോ? ആൻ അബീ ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്ത ഒരു മജ്ലിസ്? സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ശ്രേഷ്ഠതയാണെന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര വിജ്ഞാനമാണ് ഈ ഉമ്മത്തിന് അബൂ ഹുറൈറയാൽ കൈമാറപ്പെട്ടത്. ഓരോ അമലിൻ്റെയും പ്രതിഫലം ആർക്കു കൂടി പോകും? അത് ഉദ്ധരിച്ച സഹാബിക്ക് പോകും. സഹാബത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നതാണ്. സഹാബത്തിൻ്റെ ഫضലുകളിൽ അവർക്ക് ഈ ശ്രേഷ്ഠത ലഭിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നെന്താണ്? ഈ ഉമ്മത്തിന് ഒരു ഇൽമും ഒരു വിജ്ഞാനവും അവർ വഴിക്കല്ലാതെ വന്നിട്ടിട്ടില്ല. ഖുർആനും സുന്നത്തും അതിൻ്റെ ഹമലത്ത്, അതിൻ്റെ വാഹകരാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അവർ വഴിക്കാൻ നമുക്ക് കിട്ടി. പോകട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്താണ് തന്നത്? ദീനാറോ ദിർഹമോ അല്ല. ദീനാറോ ദിർഹമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയ
فإن الأنبياء لم يورثوا دينارا ولا درهما ورثوا العلم من أخذه أخذ بنصيب وافر. പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ നബിമാരുടെ അനന്തരാവകാശികളാണ്. നബിമാർ ദീനാറോ ദിർഹമോ അല്ല വിട്ടേച്ചു പോയത്, മറിച്ച് വറത്തുൽ ഇൽം, അറിവാണ്. മൻ അഖദഹു, ആരെങ്കിലും അത് നേടിയാൽ അഖദ ബിനസീബിൻ വാഫിർ, ഏറ്റവും വിലയുള്ള ഓഹരിയാണ് അവൻ നേടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അറിവിൻ്റെ ശ്രേഷ്ഠതയെ അത് നബിമാരുടെ മീറാസാണ്, നബിമാരുടെ അനന്തര സ്വത്താണ് എന്നത് മാത്രം മതി, വേറൊന്നും വേണ്ടതില്ല. ഇതെല്ലാം കൊണ്ട് വ്യക്തമാണ് എന്ത് സമ്പത്തിനേക്കാൾ ഖൈറാണ് ഇൽമ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ആളുകൾ അതിൻ്റെ വില നൽകണം. അതിൻ്റെ വാഹകർ ഒരിക്കലും എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്. മുൻഗാമികൾ വസീയത്ത് പോലെ പറഞ്ഞ കാര്യമാണ് എന്ത്, അറിവ് നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരാൾക്ക് മുന്നിലും അടിയറവ് വെക്കാൻ പാടില്ല. സമ്പത്തിന് മുന്നിൽ അതിനെ കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നത്, സമ്പത്തിന് വേണ്ടി പഠിച്ച ദീൻ മാറ്റി പറയുക, സമ്പത്തിന് വേണ്ടി പഠിച്ച അറിവ് മൂടി വെക്കുക, അഹ്ലുൽ കിതാബിന് സംഭവിച്ചതാണ്. അവർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ഫ് അവർക്കറിയാം, നബി അള്ളാഹുവിൻ്റെ യഥാർത്ഥ റസൂലാണെന്ന് അവർക്കറിയാം. പക്ഷേ ദുനിയാവാണ് അവരെ പിടിച്ചു വെച്ചത്. അവർ പലരും ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മൂടി വെച്ചവരായിരുന്നു, പ്രത്യേകിച്ച് അഹ്ലുൽ കിതാബ്. കാരണം അവരിലെ പുരോഹിതന്മാർക്കുള്ള സ്ഥാനം ചില്ലറയൊന്നുമല്ല. ഒരു ബിഷപ്പിൻ്റെ വീട് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ പോയി നോക്കൂ, അവർ താമസിക്കുന്നത് എങ്ങനെയുള്ള വീട്ടിലാണെന്ന് പോയി നോക്കൂ. വലിയ സ്ഥാനമാണ്, വലിയ സ്ഥാനവും അതുപോലെ പദവിയും ദുനിയാവും ഒക്കെയാണ് ലഭിക്കുന്നത്. ഇതൊക്കെ ഒഴിവാക്കേണ്ടി വരും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചാൽ. ഇതിൻ്റെ ഒരു ഓഹരിയും നമ്മളിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകിച്ച് അറിവ് പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. വല്ലാഹുൽ മുവഫിഖ്. നോക്കൂ, വഖാല അല്ലദീന ഊതുൽ ഇൽം, അറിവ് നൽകപ്പെട്ടവർ പറഞ്ഞു, ഈ വിവരമില്ലാത്തവരോട് പറഞ്ഞു, വൈലക്കും. വൈൽ എന്ന വാക്ക് ഉപയോഗിക്കാൻ ഒരാളുടെ ഒരു നമ്മൾ നേർക്കുനേരം മലയാളത്തിന് അതിന് അർത്ഥം പറയുമെങ്കിലും അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, നിൻ്റെ സ്ഥിതി ഇത്ര ദയനീയമായിപ്പോയല്ലോ എന്നാണ്. ഒരാളുടെ ദയനീയ സ്ഥിതി സൂചിപ്പിക്കാനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. എപ്പോഴും അത് എന്തല്ല, നീ നശിക്കട്ടെ എന്ന അർത്ഥത്തിലല്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ അടുത്ത സഹാബിമാരോട് വൈലക് എന്ന് പറഞ്ഞത് കാണാം. വൈഹക് പോലെയുള്ള വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് അറബിയിലെ ഒരു പ്രയോഗം. അവരതിലൂടെ ഉദ്ദേശിക്കുന്നത് എപ്പോഴും എന്തല്ല, ശാപമല്ല, മറിച്ച് നിൻ്റെ സ്ഥിതി ഇത്ര ദയനീയമായിപ്പോയല്ലോ എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സാലിഹ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു നൽകുന്ന സവാബ് അതാണ് ഖൈർ. വലാ യുലഖാഹ, അത് നേടാൻ സാധിക്കില്ല ഇല്ല സാബിറൂൻ, ക്ഷമിച്ചവർക്കല്ലാതെ അത് നേടിയെടുക്കുക സാധ്യമല്ല. ഇപ്പോൾ നോക്കൂ, ഈ ആയത്തുകളിൽ സബറിനെ കുറിച്ച് നമുക്ക് ആവർത്തിച്ച് ഈ ആയത്തുകളിൽ വന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണത്? കാരണം ഷഹവാത്തിൽ ഒരാൾക്ക് വേണ്ടത് സബറാണ്. ഇത് ദുനിയാവിൻ്റെ ഒരു കാര്യമാണ്. സമ്പത്ത്, ഇതുപോലുള്ള കാര്യങ്ങൾ ദുനിയാവ് നമ്മെ പിടിച്ചു വലിക്കുന്ന നമ്മുടെ വയറിൻ്റെയും ലൈംഗികാവയവത്തിൻ്റെയും ഒക്കെ ആഗ്രഹപൂർത്തീകരണം, അത് നേരിടാൻ, അത് ഹറാമിലേക്ക് പോകാതിരിക്കാൻ വേണ്ടത് സബറാണ്. എന്നാൽ ശുഭത്തുകളെ, ദീനിൽ വരുന്ന ആശയക്കുഴപ്പങ്ങളെ നേരിടാൻ വേണ്ടത് അറിവാണ്. അതിന് വേണ്ടത് അറിവാണ്. അതുകൊണ്ടാണ് നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത്, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അവരെ നാം നമ്മുടെ അമ്രനുസരിച്ച് ജനങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരാക്കി. ലമ്മാ സബറു, ക്ഷമിക്കുകയും, വകാനൂ ബിആയാതിനാ യൂഖിനൂൻ, നമ്മുടെ ആയത്തുകളിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തപ്പോൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ബിസ്സബ്രി വൽ യഖീൻ തുനാലുൽ ഇമാമത്തു ഫിദ്ദീൻ, ദീനിൽ ഇമാമത്ത് ലഭിക്കുക സബറും യഖീനും കൊണ്ടാണ്. സബർ എന്തിനാണ് വേണ്ടത്? ഷഹവത്തുകളെ നേരിടാൻ, അതിന് ക്ഷമയാണ് വേണ്ടത്. അതുപോലെ ശുഭത്തുകൾ, ആശയക്കുഴപ്പങ്ങളെ നേരിടാൻ വേണ്ടത് ഉറച്ച വിശ്വാസമാണ്. അത് അറിവിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം ഇത് രണ്ടുമാണ് ദീനിൽ നമ്മൾ വഴിതെറ്റിക്കുന്ന ഫിത്നകൾ. ഒന്ന് ശുബ്ഹാത്ത്, ആശയക്കുഴപ്പങ്ങൾ, ബിദ്അത്തുകൾ, അതുപോലെ കുഫറിൻ്റെ ആളുകൾ പടച്ചുവിടുന്ന സംശയങ്ങൾ, ഇത് നേരിടാൻ അറിവ് വേണം. പിന്നെയോ ഷഹവാത്ത്, ആഗ്രഹങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്ത്, അതുപോലെ ലൈംഗികമായ വിഷയങ്ങൾ, ഇതെല്ലാം മറ്റൊരു ഫിത്നയാണ്. ഇത് രണ്ടും ഒരാളുടെ ദീൻ നശിപ്പിച്ച് കളയും. രണ്ടും ഒരാളുടെ ദീൻ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ്. താരതമ്യേന കൂടുതൽ അപകടം ഏതാണെന്ന് ചോദിച്ചാൽ ശുഭത്തുകളാണ്, അഥവാ ആശയക്കുഴപ്പങ്ങളാണ്.
പക്ഷെ ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കും. രണ്ടും ഹൃദയത്തെ കേടുവരുത്തും, ഹൃദയത്തെ കറ പിടിപ്പിക്കും. ഷഹ്വത്തുകളിൽ മുങ്ങിയ ഒരാളെ ശുബഹത്ത് പിടികൂടാൻ വളരെ എളുപ്പമാണ്. കാരണം തിന്മകൾ ഒരാൾക്ക് ശീലമായാൽ പിന്നെ അവൻ തിന്മകൾക്ക് ന്യായം അന്വേഷിക്കാൻ തുടങ്ങും. പിന്നെ അവൻ തിന്മകൾക്ക് എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് അന്വേഷിക്കുക. ശുബഹത്ത് അവൻ വളരെ എളുപ്പമാണ്. ഒരുത്തരം നിരീശ്വരവാദി ആയാൽ പിന്നെ അവൻ എന്തില്ല, ഒരു നിയന്ത്രണവുമില്ല, ഒരു നിരീക്ഷകൻ അവൻ ഭയപ്പെടുന്നില്ല, ഒരു വിചാരണ അവൻ പ്രതീക്ഷിക്കുന്നില്ല, സ്വർഗ്ഗ നരകങ്ങളിൽ അവൻ വിശ്വസിക്കുന്നില്ല. അവൻ്റെ ഷഹ്വത്തിന്, അവൻ്റെ ഈ ദുഷിച്ച മോഹങ്ങൾക്ക് വളരെ എളുപ്പമുള്ളതാണ് ഈ ശുബഹത്ത് എന്ന് പറയുക. അതുകൊണ്ടാണ് നോക്കൂ, ഈ ഷഹവാത്ത് വർദ്ധിച്ച ഇക്കാലത്ത് നിരീശ്വരവാദം വല്ലാതെ വർദ്ധിച്ചിരിക്കും പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തം. കാരണം ആളുകൾക്ക് ഈ ജീവിതം എന്ത് വൃത്തികേടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിന് പറ്റിയൊരു ദീനാണിത്, നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ ദീനാണ്. പെട്ടെന്ന് അവനത് തേടിപ്പോകും. സല്ലല്ലാഹു അലൈഹി ആഫിയ. അപ്പോൾ നോക്കൂ, സബറിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. പക്ഷേ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ക്ഷമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എളുപ്പമാക്കിയാൽ വളരെ കുറഞ്ഞ കാലമേ അവൻ ക്ഷമിക്കേണ്ടതുള്ളൂ. ഈ സബർ എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലമാണ്. മരിക്കുവോളം തന്നെ പ്രായമേറിക്കഴിഞ്ഞാൽ എത്രയോ വൃത്തികേടിൽ മുങ്ങി ജീവിച്ച ആളുകൾ പ്രായം ചെന്നതിന് ശേഷം ഖേദിക്കുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, വളരെ കുറഞ്ഞ കാലം ഒന്ന് പിടിച്ചു നിന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകാനിരിക്കുന്നത് വലിയ സന്തോഷവും കൺകുളിർമയുമാണ്. കാരണം റബ്ബിനു വേണ്ടിയാണ് അവനത് വൃത്തികേടുകൾ ഉപേക്ഷിച്ചത്. അള്ളാഹുവിന് വേണ്ടി നീ ഒരു ചെറിയ കാര്യം ഉപേക്ഷിച്ചാൽ റബ്ബത് പാഴാക്കി കളയുമെന്ന് നീ വിചാരിക്കരുത്. അള്ളാഹു നിന്നെ കൈവടിയും എന്ന് നീ വിചാരിക്കുക. ഒരു നോട്ടം പോലും റബ്ബിനു വേണ്ടി ഒന്ന് ഉപേക്ഷിച്ചാൽ, ഒന്ന് താഴ്ത്തിയാൽ അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലവും ഈ ലോകത്ത് തന്നെ അറ്റമില്ലാത്ത സന്തോഷവുമാണ് അള്ളാഹു നിനക്ക് നൽകുക. ഒരിക്കലും അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ നമ്മൾ സംശയിച്ചു പോകരുത്. ഒരു നോട്ടം പോലും ഇത് റബ്ബിനു വേണ്ടി ഒഴിവാക്കിയാൽ, അത് താഴ്ത്തിയാൽ അള്ളാഹു അതിന് നിനക്ക് നൽകുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും. അള്ളാഹു കരീമാണ്, അവൻ അത്യുദാരനാണ്. നീ ആർക്ക് വേണ്ടിയാണ് ഉപേക്ഷിച്ചതെന്ന് അറിയുമോ? അള്ളാഹുവിന് വേണ്ടിയാണ്, റബ്ബിനു വേണ്ടിയാണ്. അവന് വേണ്ടി നിനക്ക് സാധിക്കുന്ന ഒരു കാര്യം നീ അള്ളാഹുവിനെ പേടിച്ച് ഉപേക്ഷിച്ചാൽ അവനത് പാഴാക്കി കളയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ല? അള്ളാഹു പറഞ്ഞത്, ഒരാൾക്കൊരു തിന്മ ചെയ്യാൻ തോന്നി, എന്നിട്ട് അവൻ അത് ഉപേക്ഷിച്ചു, അവൻ അള്ളാഹു അതൊരു നന്മയായി രേഖപ്പെടുത്തും. എന്നിട്ട് റബ്ബ് പറയുന്നത് എന്താണ്? ഇന്നമാ തറകഹു മിൻ ജറാഇ, എനിക്ക് വേണ്ടിയാണ് അവനത് ഉപേക്ഷിച്ചത്. അള്ളാഹുവിന് വേണ്ടി നീ ഉപേക്ഷിച്ചാൽ, എന്തെങ്കിലും ഒരു തിന്മ ഉപേക്ഷിച്ചാൽ റബ്ബ് അത് പാഴായി പോകും. അള്ളാഹു അത് പാഴാക്കി കളയുമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. ഈ സബർ വെറുതെ ആവുകയില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, വസ്ബിർ സാഅതൻ ലിസമാനി, ഒരു വലിയ കാലത്തിന് വേണ്ടി നീ ഒരല്പം ക്ഷമിക്കുക. അറ്റമില്ലാത്ത കൺകുളിർമയ്ക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ഒരല്പം ക്ഷമിക്കുക. എന്താണ് ഖാറൂന് സംഭവിച്ചത്? അവൻ്റെ അന്ത്യം എന്തായിരുന്നു? അള്ളാഹു പറയുകയാണ്, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, ഫഖസഫ്നാ ബിഹി, അവനെ നാം ഭൂമിയിൽ ആഴ്ത്തി കളഞ്ഞു. വബിദാരിഹി, അവൻ്റെ കൊട്ടാരവും മണിമേടകളുമെല്ലാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ആ ഹദീസ് ഖാറൂനെ കുറിച്ചാണ് എന്നാണ്. അതായത് ഒരുവൻ തൻ്റെ വസ്ത്രങ്ങളിൽ, വലിച്ചടച്ച് നടക്കുന്ന വസ്ത്രങ്ങളിലൊക്കെ അഹങ്കരിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കെ, ഇത് ഖുസിഫ ബിഹ്, അള്ളാഹു അവനെ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അവൻ ഭൂമിയിൽ ആണ്ടാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഖിയാമത്ത് നാൾ വരെ. ഖാറൂൻ്റെ അന്ത്യം എന്താ? ഇതാണ് ഖാറൂൻ്റെ സ്ഥിതി. അവൻ അന്ത്യനാൾ വരെ ഭൂമിക്കടിയിലേക്ക് ആണ്ടാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നഊദു ബില്ലാഹ്. അവൻ എന്താണ് വിചാരിച്ചത്? അവൻ ഔന്നത്യം നടിക്കാൻ, ഭൂമി വലിയ ആളാകാൻ, അഹങ്കാരമാണ് അവൻ നടിച്ചത്. അള്ളാഹു എന്താണ്? അവനെ അങ്ങേയറ്റം അടിത്തട്ടിലേക്ക് റബ്ബ് അവനെ താഴ്ത്തിക്കളഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നോക്കൂ, ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ പുറമെ അവനെ സഹായിക്കാൻ ഒരു കൂട്ടരും ഉണ്ടായില്ല, ആരും ഉണ്ടായില്ല. ദുനിയാവിൽ അവൻ എത്ര ആളുകൾക്ക് നടുവിലായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക? പണമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശിങ്കിടികളും കൂടെ നടക്കുന്നവരൊക്കെ എത്ര ആളുകളുണ്ടാവും? ഒരാളും അവനെ സഹായിക്കാനുണ്ടായില്ല. വമാ കാന മിനൽ മുൻതസിരീൻ, സ്വയം അവന് രക്ഷപ്പെടാനും സാധിച്ചില്ല. പിന്നെ വഅസ്ബഹ അല്ലദീന തമന്നൗ മകാനഹു ബിൽ അംസി യഖൂലൂൻ വൈക അന്ന അല്ലാഹ യബ്സുത്തു الرزق لمن يشاء من عباده ويقدر لولا أمن الله علينا لخسف بنا
വൈകഅന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ഇന്നലെ അവൻ്റെ സ്ഥാനം കൊതിച്ചിരുന്നവർ, അവനെപ്പോലെ അങ്ങ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്നവർ ഇന്ന് പറയാൻ തുടങ്ങി. എന്ത്? അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവൻ്റെ അടിമകൾക്ക് റിസ്ക് നൽകും, വിശാലമായി നൽകും. ചിലർക്ക് അള്ളാഹു ചെറുതായി നൽകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ ലഖസഫ ബിനാ, അള്ളാഹു ഞങ്ങളെയും ആഴ്ത്തി കളയുമായിരുന്നു. വൈകഅന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ വിജയിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ഖാറൂന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞ ഈ ആയത്ത്, ഈ പറയാൻ പോകുന്ന ഈ ആയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൺമുന്നിൽ എപ്പോഴും ഉണ്ട് എന്നതുപോലെ മനസ്സിലാക്കേണ്ട ആയത്താണ്. തിൽക ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. തിൽക ദാറുൽ ആഖിറ, ആ പരലോക ഭവനം, സ്വർഗം. നജഅലുഹ, നാം അത് ഏർപ്പെടുത്തി കൊടുക്കും, നാം അത് നൽകും. ആർക്ക്? ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ, ഭൂമിയിൽ ഔന്നത്യമോ അതുപോലെ ഫസാദോ കുഴപ്പമോ ഉദ്ദേശിക്കാത്തവർക്ക്, ചെയ്യാത്തവർക്ക് എന്നല്ല, പിന്നെയോ ഉദ്ദേശിക്കാത്തവർക്ക്. എന്ത് ചെയ്യരുത്? ഭൂമിയിൽ ഞാനെപ്പോഴും എല്ലാവരും എനിക്ക് താഴെ ഇരിക്കണം, എല്ലാവരും എൻ്റെ കീഴിൽ, എനിക്ക് മുകളിൽ ആരും, ഞാൻ ഏറ്റവും കേമൻ. ഈ കേമചരം ഉദ്ദേശിച്ച് നടക്കരുത്. അതുപോലെ ഫസാദ് ഉദ്ദേശിച്ച് നടക്കരുത്. സുബ്ഹാനല്ലാഹ്. ഫസാദ് വളരെ വളരെ അപകടകരം. ഇന്ന് ഏറ്റവും നിസാരമായിരിക്കും ഫസാദ് എന്ന് പറയും. നിങ്ങൾ നാട്ടിൽ വാർത്തകൾ കേൾക്കുന്നില്ലേ? എന്തിനൊക്കെയാണ് ജനങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഒരുത്തൻ്റെ സൈഡ് ഗ്ലാസ് ഒന്ന് അപ്പുറത്തതിന് ഒന്ന് തട്ടിയിട്ട് പോയി. അതിന് സുബ്ഹാനല്ലാഹ് ഒരാൾ മരിച്ചു പോകുന്ന രൂപത്തിൽ പരസ്പരം തല്ല്, അടിപിടി നടക്കുകയാണ്. വിവാഹ വീടുകളിൽ നിസ്സാരമായ പ്രശ്നത്തിൻ്റെ പേരിൽ എത്രയാണ് നിങ്ങൾ കേൾക്കുന്നത്? ആളെ കുത്തിക്കൊന്നു, ആളെ മർദ്ദിച്ചവശനാക്കി, ആളുകളുടെ രക്തം ചിന്തി, നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ. ഒരു മനുഷ്യനെ അവൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അവൻ്റെ ബുദ്ധി ഇതിൻ്റെ വരും വരായിക എന്താണ്? ദുനിയാവിലെ വരും വരായികയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നില്ല. അവരെ നയിക്കുന്നത് ഈ രൂപത്തിൽ അങ്ങേയറ്റത്തെ വയലൻസ് പഠിപ്പിക്കുന്ന സിനിമകളും അങ്ങനെയുള്ള രംഗങ്ങളുമാണ്. അവരെ നയിക്കുന്നത് ഇതൊക്കെയാണ്. അവരെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു എതിരാളിയെ എങ്ങനെ നേരിടണം. ഒരു മനുഷ്യനെ കുറിച്ച് അവൻ ആലോചിക്കുന്നില്ല. ഇവനെ പ്രസവിച്ച ഉമ്മയുണ്ട് ഇവൻ്റെ വീട്ടിൽ, ഇവൻ സ്നേഹിക്കുന്ന ഭാര്യയുണ്ട്, ഇവനെ കാത്തിരിക്കുന്ന, ഇവൻ ഇഷ്ടപ്പെടുന്ന മക്കളുണ്ട് എന്നൊരു മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാനുള്ള വിവേകം പോലും ഇല്ലാത്ത രൂപത്തിൽ ആളുകൾ ഫസാദിൻ്റെ ആളുകളായി മാറിയിരിക്കും. എന്ന് മാത്രമല്ല, സുബ്ഹാൻ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള രംഗങ്ങൾ കണ്ടാൽ അത് നോക്കി ആസ്വദിക്കരുത്. വളരെ വലിയ അപകടമാണ്. കാരണം തിന്മ കൈ കൊണ്ട് തടയാൻ സാധിക്കുന്നില്ലേ, നാവ് കൊണ്ട് തടയാൻ അതിന് സാധിക്കുന്നില്ല. അവസാനത്തെ പടി എന്താ? ഹൃദയം കൊണ്ട് അത് വെറുക്കണം. ഹൃദയം കൊണ്ട് വെറുക്കാത്തവൻ, തൃപ്തിപ്പെട്ടവൻ ചെയ്തതുപോലെയാണ്, അവനത് ചെയ്തതുപോലെയാണ് എന്നാണ്. സമൂദ് ഗോത്രത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? സാലിഹ് അലൈഹിസ്സലാമിൻ്റെ ആടിനെ, ഒട്ടകത്തെ അറുക്കാൻ പുറപ്പെട്ടു. ഇതിംബഅത അഷ്ഖാഹ, അവരിൽ ഏറ്റവും ഭാഗ്യം കെട്ട ഒരുവൻ അതിന് ഒരുമ്പെട്ടിറങ്ങി. എന്നിട്ട് അതിനെ അറുത്തു. അള്ളാഹു എന്താണ് ചെയ്തത്? ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ, ശിക്ഷ കൊണ്ട് അള്ളാഹു അവരെ മൂടി. ഫസവ്വാഹ, ഒരുത്തനെയും ബാക്കി വെച്ചില്ല, ഒരു കുട്ടിയെ ബാക്കി വെച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം ഒരൊട്ടകത്തെ അറുത്തത് ഈ കൗമ് സമൂദ് ഗോത്രം ഒന്നാകെ കൂടിയിട്ടാണ് നിങ്ങൾ വിചാരിക്കണ്ടോ? ഈ വലിയൊരു കൗമ് ഒന്നാകെ കൂടിയിട്ട് അങ്ങനെ ഒരൊട്ടകത്തെ അറുക്കുക? ഒരുത്തനാണ് അത് ചെയ്തത്. പക്ഷെ അവൻ്റെ ആ പ്രവൃത്തിയിൽ സകല ആളുകളും, ആ നാട്ടുകാർ ഒന്നാകെ തൃപ്തിയിലായിരുന്നു. അവർക്കൊക്കെ അത് ഇഷ്ടമായിരുന്നു. അപ്പോൾ നോക്കൂ, തിന്മയെ ഇഷ്ടപ്പെടുക എന്നത് വളരെ അപകടം പിടിച്ച കാര്യങ്ങൾ. ഇതുപോലുള്ള ഫസാദുകളെ ഇത് കണ്ടാൽ ഏറ്റവും ചുരുങ്ങിയത് മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണം. പരലോക ഭവനം, സ്വർഗം അവർക്കുള്ളതാണ്. തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയം. അന്തിമ വിജയം. ഭൂമിയിൽ ഏറ്റവും വലിയ ഫസാദ് ഷിർക്കാണ്. ഷിർക്കും കുഫറും, പിന്നെ ബാക്കിയുള്ള ചിന്മകൾ അതിൻ്റെ തോതനുസരിച്ച്. അപ്പോൾ അവയോടൊന്നും മനസ്സിൽ ഒരു ചെറിയ അനുഭാവം പോലും ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. അവൻ സ്നേഹിക്കേണ്ടത് അള്ളാഹു സ്നേഹിക്കുന്നതിനെയാണ്, അവൻ വെറുക്കേണ്ടത് അള്ളാഹു വെറുക്കുന്നതിനെയാണ്. വളരെ വളരെ ശ്രദ്ധിക്കുക. ഈ ഖാറൂൻ്റെ ചരിത്രത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ
ഉണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ഖസസിൽ ഈ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഖസസിൽ അവസാനത്തെ ആയത്തുകളിലാണ് ഖാറൂൻ്റെ ചരിത്രം അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.